ഞാനാണത്രേ എല്ലാം ചെയ്തത്. കിഡ്നാപ്പ് ചെയ്തു പോലും. എന്നിട്ട് അത് വെച്ച് അവളെ ബ്ലാക്ക്മെയിൽ ചെയ്ത് കല്യാണം കഴിച്ചു പോലും. എന്തൊക്കെ അസംബന്ധങ്ങളാ അവള് വിളിച്ചു പറഞ്ഞത്. ഒരു പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോകാൻ മാത്രം അധമനാണോ ഞാൻ? പക്ഷേ ആ കത്തിയും മാസ്കും എന്റെ റെസ്റ്റ് റൂമിൽ ആര് കൊണ്ടുവച്ചു? ഇതൊക്കെ അവളുടെ പ്ലാനിംഗ് ആണോന്നാ എന്റെ ബലമായ സംശയം. അനിയത്തിയും അവളും കൂടി പ്ലാൻ ചെയ്ത് സിതാരയെ അടിച്ച് ബോധം കെടുത്തി. എന്നിട്ട് സിതാരയുടെ ആഭരണങ്ങളും വസ്ത്രങ്ങളും അണിഞ്ഞ് അവള് മണ്ഡപത്തിലെത്തി. നാടകം കളിച്ചത് അവളല്ലേ? എന്നിട്ട് എന്നെ കുറ്റവാളിയാക്കി. എന്തൊരു അഹങ്കാരി അവൾ അല്ലേ സുപ്രിയ? സുപ്രിയ, നീ പറഞ്ഞതുപോലെ കല്യാണം കഴിഞ്ഞു. നിന്റെ ആഗ്രഹം ഞാൻ സാധിച്ചു തന്നു. പക്ഷേ അവള് പോയി. ഞാൻ ആഗ്രഹിച്ചതുപോലെ വീണ്ടും നമ്മൾ മാത്രമായി. നാട്ടുകാർക്ക് പറഞ്ഞു ചിരിക്കാനുള്ള കഥയായി. ഒരു കൊടുങ്കാറ്റ് കെട്ടടങ്ങിയ പോലെ മനസ്സിപ്പോ ശാന്തമാണ്. എന്ത് തീരുമാനിച്ചു? എനിക്കിത് സാധിക്കില്ല. എല്ലാം ഉപേക്ഷിച്ചിറങ്ങിയതാ ഞാൻ. ഇനി DK എന്നെ അവിടെ കയറ്റില്ല. കയറ്റും. അതിനുള്ള അധികാരം നിന്റെ ഈ കഴുത്തിൽ കിടക്കുന്ന താലിമാലയ്ക്കുണ്ട്. ഇതിപ്പോ എനിക്കൊരു ബാധ്യതയാ. എങ്കിലും എന്റെ അനിയത്തിയുടെ ജീവൻ രക്ഷിച്ചത് DK ആണ്. അതെനിക്ക് മറക്കാൻ പറ്റില്ല. അയാളെ നിങ്ങൾക്ക് ഒറ്റിത്തരാൻ എനിക്ക് പറ്റില്ല. ചൂട്ടുകളയും നിന്നെ ഞാൻ. ഇതൊന്നും കണ്ട് ഈ ജ്യോതി പേടിക്കില്ല. സമീറ, സർ, കാണിച്ചു കൊടുക്ക്. നിങ്ങൾ എന്തിനാ എന്റെ കുടുംബ ഫോട്ടോ കാണിക്കുന്നേ? നീ ഞങ്ങളോട് സഹകരിച്ചാൽ നിനക്ക് നല്ലത്. ഇല്ലെങ്കിൽ ഇനി പറയാൻ പോകുന്നത് താങ്ങാൻ നിനക്ക് കഴിയില്ല. സഞ്ജയ്. സർ. ഈ കേസിൽ നിന്റെ അച്ഛൻ പ്രതിയായി ജയിലിൽ പോവും. വായിച്ചല്ലോ? നിന്റെ അച്ഛനെ അറസ്റ്റ് ചെയ്യാനുള്ള വാറണ്ടാ അത്. ഇത് ചതിയാണ്. ഇത് കള്ളക്കേസാണ്. അതെ, ഇത് ചതിയാണ്, കള്ളക്കേസാണ്. ഈ കേസിലെ യഥാർത്ഥ പ്രതി മറ്റൊരു സുധാകരൻ നായരാ. പക്ഷേ നീ ഞങ്ങളെ സഹായിച്ചില്ലെങ്കിൽ ഈ കേസിൽ പ്രതിയായി നിന്റെ അച്ഛൻ അകത്തുപോകും. നിങ്ങൾ എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യാ? ഒരു തെറ്റും ചെയ്യാത്ത എന്റെ അച്ഛൻ. ഇല്ല, ഇത് ഞാൻ സമ്മതിക്കില്ല. നിന്റെ സമ്മതം ആർക്ക് വേണം? ഒരാളെ കേസിൽ പ്രതിയാക്കുന്നതും രക്ഷിക്കുന്നതും ഞങ്ങളാ. നിയമം എങ്ങോട്ട് തിരിക്കണമെന്നും ആരെ പ്രതിയാക്കണമെന്നും തീരുമാനിക്കുന്നതും ഞങ്ങളാ. ഏതോ ഒരു സുധാകരൻ നായർ പ്രതിയായ കേസായത്. അത് നിന്റെ അച്ഛനാണ്. എന്റെ അച്ഛനൊന്നും ചെയ്യരുത്, പ്ലീസ്. കുട്ടി, നിനക്കിഷ്ടമില്ലാത്ത ആളിന്റെ കൂടെ ജീവിക്കണമെന്ന് ഞങ്ങൾ നിർബന്ധിക്കുകയല്ല. പക്ഷേ ഒരു കൊടും കുറ്റവാളിയുടെ മുഖം മൂടി വലിച്ചു കീറാൻ കുറച്ചു ദിവസം നീ യഥാർത്ഥ ഭാര്യയായി അഭിനയിക്കണം. DKക്കെതിരായ തെളിവുകൾ നേടുക എന്നത് അത്ര എളുപ്പമല്ല. ജ്യോതി, സുപ്രിയ ഒരു പാവം കുട്ടിയായിരുന്നു.
DK സ്നേഹിച്ചു എന്നൊരു തെറ്റ് മാത്രമേ അവൾ ചെയ്തിട്ടുള്ളൂ. എന്നിട്ടും വളരെ ദുരൂഹമായ ഒരു സാഹചര്യത്തിൽ DK തന്നെ അവളെ ഇല്ലാതാക്കി. സുപ്രിയയുടെ കുടുംബം, ബന്ധുക്കൾ എല്ലാം തീരെ ദുഃഖത്തിലാണ്. നിന്റെ അച്ഛനെയും അമ്മയും പോലെ ഒരച്ഛനും അമ്മയും അവൾക്കും ഉണ്ട്. തോര കണ്ണീരിൽ കഴിയുന്ന അവരുടെ സംശയങ്ങൾ ദൂരീകരിക്കേണ്ടത് നിന്റെ കടമയാണ്. കാരണം സുപ്രിയയുടെ സ്ഥാനത്തേക്കാണ് നീ വരുന്നത്. ഇനിയൊരിക്കൽ സുപ്രിയെ പോലെ നീയും കൊല്ലപ്പെടില്ലെന്ന് എന്താണ് ഉറപ്പ്? നിന്റെ കഴുത്തിൽ DK അണിയിച്ച ഈ താലി, ഇതിനു മുമ്പ് അണിഞ്ഞ ഒരു പെൺകുട്ടിയുടെ മരണം നിനക്കങ്ങനെ തള്ളിക്കളയാൻ പറ്റുമോ? അതിന്റെ സത്യം എന്താണെന്നറിയാൻ നിനക്കും ബാധ്യതയുണ്ട്. ആ ബാധ്യത നിറവേറ്റണമെന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഒരു നിരപരാധിയെ ശിക്ഷിക്കാനല്ല, ഒരു അപരാധിയുടെ മുഖം മൂടി വലിച്ചു കീറാനാ ഞാൻ നിന്റെ സഹായം ചോദിക്കുന്നത്. അച്ഛനെ രക്ഷിക്കേണ്ടത് ഒരു മകളുടെ കടമയാണ്. സുപ്രിയയുടെ ചോരക്കറ പുരണ്ട കൈകൾ നിന്നെ അണിയിച്ച ഈ താലി ഒരു നിമിത്തമാണെങ്കിലോ? യഥാർത്ഥത്തിൽ CBI അല്ല ഇതിനോട് ആവശ്യപ്പെടുന്നത്. മകൾ നഷ്ടപ്പെട്ട ഒരു അമ്മയുടെയും അച്ഛന്റെയും പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥന കേട്ടില്ലെന്ന് നീ നടിക്കരുത്. അത് പാപമാണ്. എന്തു പറയുന്നു? ഇനിയെങ്കിലും നിനക്ക് സമ്മതിച്ചൂടെ? ശരി, സമ്മതിച്ചു. അമരാവതിയിലേക്ക് ഞാൻ തിരിച്ചു പോവാം. DK സുപ്രിയെ കൊന്നു എന്ന് നിങ്ങൾ പറഞ്ഞത് വിശ്വസിച്ചിട്ടല്ല. പക്ഷെ ഒരു കൊലപാതകം ചെയ്തിട്ട് മാന്യനെ പോലെ അയാൾ നടക്കുന്നുണ്ടെങ്കിൽ ആ മുഖംമൂടി വലിച്ചു കയറാൻ ഞാൻ സഹായിക്കാം. എനിക്ക് വലുത് എന്റെ അച്ഛനാണ്. അച്ഛൻ ജയിലിൽ പോകാൻ ഞാൻ സമ്മതിക്കില്ല. അതുകൊണ്ട് അമരാവതിയിലേക്ക് തിരികെ പോകാൻ ഞാൻ തയ്യാറാണ്. അടഞ്ഞു തന്നെ കിടക്കട്ടെ, ഇല്ലെങ്കിൽ അയലത്തുകാർ വിവരം അറിഞ്ഞു വിശേഷം തിരക്കാൻ വരും. നാണക്കേട് കൊണ്ട് പുറത്തിറങ്ങാൻ പറ്റാതായല്ലോ. ആരാണോ എന്തോ. അച്ഛാ, ചേച്ചിയായിരിക്കും. ആഹാ, എല്ലാരും കൂടെ ഇതിന്റെ അകത്ത് അടച്ചുപൂട്ടിയിരിക്കുകയാണോ? എന്തൊക്കെ ആശാലതയെ കേൾക്കുന്നത്. ഇനി നിങ്ങൾ എങ്ങനെ പുറത്തിറങ്ങി നടക്കും? എവിടെ ചെന്നാലും മൂത്ത മോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുമല്ലോ സുധാകരേട്ടാ. ഈ കാണിച്ച അഹമ്മദിക്ക് അമരാവതിക്കാർ പോലീസിനെ വിളിക്കാതിരിക്കോ? ആൾമാറാട്ടല്ലേ, കേസാവും. അതെ, ഞങ്ങൾ ആകെ തകർന്ന് വിഷമിച്ചിരിക്കുക. അതിനിടയിൽ ഒരുമാതിരി തീ കോരിയിടല്ലേ. ഓ, ഞങ്ങള് തീയും കോരിയിടുന്നില്ല, പെട്രോളും ഒഴിക്കുന്നില്ല. നിങ്ങൾ മൂടുപടായിട്ട് കള്ളക്കല്യാണം നടത്തിയത് ഞങ്ങൾ പറഞ്ഞിട്ടാണോ? വളർത്തുദോഷം അല്ലാതെ എന്താ? പോലീസ് വന്ന് അറസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ എങ്ങോട്ടെങ്കിലും ഓടിപ്പോകുന്നതാ നല്ലത്. അല്ലെങ്കിൽ തന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ? ഓ, എന്തൊരു നാണക്കേടാ. ഇനിയൊരു അക്ഷരം മിണ്ടരുത്.
ആരാ നിങ്ങളൊക്കെ? ഞങ്ങൾ നിനക്കറിയില്ലേ? നിന്റെ അയൽക്കാര് അല്ലാതാരാ? ഇവളുടെ അയൽക്കാരെന്ന് പറഞ്ഞാ നമുക്കൂടെ നാണക്കേടാ. അത്രയ്ക്കുള്ള പണിയല്ലേ ഇവിടെ ഒപ്പിച്ചു വെച്ചിരിക്കുന്നത്. ആ തലക്കടിച്ച പെണ്ണിനെ ഒന്നും പറ്റാതിരുന്നതേ നിന്റെ ഭാഗ്യം. അതെ, തലയടിച്ച് പൊട്ടിച്ചു. അതിനിപ്പോ എന്ത് വേണം? അവളെ മാത്രല്ല, വേണമെങ്കിൽ നിങ്ങളുടെ തലയും ഞാൻ അടിച്ചു പൊട്ടിക്കും. അയൽക്കാരാണെന്ന് കരുതി ഞങ്ങളുടെ വീട്ടിൽ വന്ന് എന്ത് പറയാന്ന് കരുതിയോ നിങ്ങള്? സംഭവിച്ചതിന്റെ സത്യം എന്താണെന്നറിയോ നിങ്ങൾക്ക്? ഞാൻ എന്ത് ചെയ്താലും അത് എന്നെയും എന്റെ കുടുംബത്തെയും മാത്രം ബാധിക്കുന്ന കാര്യമാണ്. അതിൽ കയറി ചൊറിഞ്ഞ് എന്റെ അച്ഛനെയും അമ്മയും സങ്കടപ്പെടുത്തിയാലുണ്ടല്ലോ, ഇനി വായ തുറന്നാ രണ്ടിനെ തലയടിച്ച് പൊട്ടിക്കും ഞാൻ. കാണണോ നിങ്ങക്ക്? രണ്ടിനെ ഒരു നിമിഷം ഇനി കണ്ടുപോരുത്. പൊയ്ക്കോളാൻ. പോകുന്നുണ്ടോ ഇല്ലയോ? എടി, ഇവൾക്ക് ഭ്രാന്താടി. വാ നമുക്ക് പോകാം. അതേ ഒന്ന് നിന്നേ. സ്വന്തം മോള് ഭർത്താവിനെയും മക്കളെ ഇട്ടിട്ട് ആ ബാറിലെ സെക്യൂരിറ്റിയുടെ കൂടെ ഒളിച്ചോടി പോയിട്ട് പിന്നെ തിരിച്ചു വന്നായിരുന്നോ? ഹലോ, ഇനി നിങ്ങളുടെ കുടുംബത്തിന്റെ മഹത്വം കൂടി ഞാൻ ഇവിടെ വിളമ്പണം. നമുക്ക് പോവാടി. ഇവളൊക്കെ അനുഭവിക്കുമ്പോഴേ പഠിക്കൂ. ശരി. വാടി. നിനക്ക് അവരെ ഭീഷണിപ്പെടുത്താം, പക്ഷെ നിന്റെ അനിയത്തിയുടെ ജീവിതം തൊലച്ചന് എന്ത് മറുപടിയാണ് നിനക്ക് ഞങ്ങളോട് പറയാനുള്ളത്? മമ്മി, മനഃപൂർവ്വം ഞാനൊന്നും ചെയ്തിട്ടില്ല. എന്റെ അനിയത്തിയുടെ ജീവിതം ഞാനായിട്ട് നശിപ്പിക്കുന്ന മമ്മിക്ക് തോന്നുന്നുണ്ടോ? പിന്നെ എന്തിനാ ചേച്ചി ആ മണ്ഡപത്തിൽ നിന്ന് ഇറങ്ങിപ്പോയത്? എന്തായാലും ഡിക്ക് കല്യാണം കഴിച്ചു. എന്നാ പിന്നെ അങ്ങനെ തന്നെ ആയിക്കൂടായിരുന്നോ? ഇതിപ്പോ എല്ലാവർക്കും നാണക്കേടായില്ലേ? ഇനി എന്റെ മോൾക്ക് നല്ലൊരു കല്യാണാലോചന വരുവോ? വല്ല വിഷവും കൊടുത്ത് ഞാൻ അവളെ കൊന്നേക്കാം. ഞാൻ കാരണം എന്റെ അനിയത്തി ഒരിക്കലും സങ്കടപ്പെടരുത്. നിന്റെ ഭാവിക്ക് ഞാനൊരു തടസ്സമാവില്ല. നീ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും നിന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാ ഞാൻ ഈ കള്ളത്തരം കാണിച്ചത്. ഇപ്പൊ എന്റെ അച്ഛൻ ജയിലിൽ പോവാതിരിക്കാൻ വേണ്ടി ഞാൻ തിരിച്ചു പോവാം. ആ ഹിറ്റ്ലറിന്റെ കൂടെ ജീവിക്കാം. അയാളുടെ കണ്ടീഷൻസ് അനുസരിച്ച് ഒരു അടിമയെ പോലെ ജീവിക്കാം. ഞങ്ങൾ പറയുന്ന കേട്ട് നീ ഒരു തീരുമാനം എടുക്കരുത്. ഇല്ലച്ചാ, എനിക്ക് പോണം. ഇത് അച്ഛന് വേണ്ടി കൂടിയാ. ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. തിരിച്ചു പോവാ ഞാൻ. വാ, ഇറങ്ങ്. അമരാവതിയുടെ മരുമകളാകേണ്ടവൾ നീയാ. കല്യാണ മണ്ഡപത്തിൽ നടന്നത് കല്യാണമല്ല, ഒരു പെരുങ്കള്ളിയുടെ കാവടിയാട്ടോ. പക്ഷെ അതിനെല്ലാവരും മംഗളം പാടി. ഞങ്ങൾ അത് സമ്മതിച്ചു കൊടുക്കില്ല. അവിടെ കൂടിയവര് വന്നത് നീയും DK തമ്മിലുള്ള കല്യാണം കാണാനാ. DK രാവിലെ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് നിന്റെ കഴുത്തിൽ താലി കെട്ടാൻ വേണ്ടിയാ. താരേ, ഇത് കൈവിട്ട കളിയാണ്. സിത്താരയ്ക്ക് നീതി ലഭിക്കണം. പക്ഷേ DKയുടെ ആത്മാഭിമാനത്തിന് ഇനി മുറിവേൽക്കാൻ പാടില്ല. മായേച്ചി, വീട്ടില് തളർന്നു തകർന്നിരിക്കോ എന്റെ അച്ഛനും അമ്മയും. വിവാഹ വേഷത്തിൽ അച്ഛന്റെ അമ്മയുടെ അനുഗ്രഹം വാങ്ങി
ഡിക്കിയുടെ വധുവാകാൻ കാത്തിരുന്നവളാ ഞാൻ. ഞാനിനി എങ്ങനെ ആൾക്കാരെ മുഖത്ത് നോക്കും? എന്റെ മുന്നിൽ 2 വഴിയേ ഉള്ളൂ. ഒന്നുകിൽ ഇവിടെ വെച്ച് ഡിക്ക് എന്റെ കഴുത്തിൽ ഒരു താലി കെട്ടി എന്നെ ഭാര്യയായി സ്വീകരിക്കണം, അല്ലെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യും. അപമാനതയായി ഈ സിത്താര ജീവിച്ചിരിക്കില്ല. ഇതിന് സമാധാനം പറയേണ്ടത് ഡിക്കെയാണ്. എന്ത് വേണമെന്ന് ഡിക്കെ തീരുമാനിക്കട്ടെ. ഇതിനൊരു തീരുമാനം ഉണ്ടാവാതെ ഈ വീട്ടിൽ ആരും സമാധാനത്തോടെ ഉറങ്ങില്ല. ഞങ്ങളുടെ അമ്മായിയമ്മയുടെ സ്ഥാനത്ത് ഈശ്വരൻ തീരുമാനിച്ചത് നിന്നെ. അത് തട്ടിത്തെറിപ്പിക്കാൻ ആരെ ഞങ്ങൾ അനുവദിക്കില്ല. നീ വാ, നീ വലതുകാല വെച്ച് കേറിക്കോ. വാ. മായേ, വാട്ട് ഈസ് ദിസ്? എന്താ ഇത്? ഡിക്കയുടെ യഥാർത്ഥ ഭാര്യയെ ഞങ്ങൾ കൊണ്ടുവന്നു. എന്റെ മോന്റെ മാരേജ് കഴിഞ്ഞു. അതൊരു കല്യാണമാണോ അമ്മേ? അവിടെ നടന്നതൊരു നാടകമല്ലേ? അതിനെ നമ്മൾ അംഗീകരിക്കണോ? എന്താ അംഗീകരിച്ചാൽ? ഡിക്ക് മാരേജ് ചെയ്തേ ജ്യോതിയാണ്. അവള് പോയില്ലേ? നാട്ടുകാരുടെ മുന്നിൽ ഡിക്കയെ കിഡ്നാപ്പറും കുറ്റവാളിയുമാക്കി മുദ്ര കുത്തിയിട്ട് പോയവളെ നമുക്ക് വേണ്ട. അമ്മ എന്നെ രക്ഷിക്കണം. എനിക്കിന്നെ തിരിച്ചു പോകാൻ പറ്റില്ല. ഡിക്കെ എന്നെ സ്വീകരിച്ചില്ലെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യും. മോളെ, നിന്റെ കാര്യത്തിൽ അമ്മയ്ക്ക് വിഷമമുണ്ട്. പക്ഷെ ദൈവത്തിന്റെ ഇഷ്ടം വേറെയാണ്. മോളത് അംഗീകരിക്കണം. മോൾക്കിനി നല്ല വിവാഹം കിട്ടും. സമാധാനത്തോടെ തിരിച്ചു പോണം. ദൈവത്തിന്റെ വിധി ഡിക്കയും ജ്യോതിയും തമ്മിൽ ചേരണമെന്നാണ്. വിധിയല്ല, അവൾ ആ ജ്യോതി നടത്തിയ ചതി. അതിന് ഞങ്ങൾ കൂട്ടു നിൽക്കില്ല. ചരടിൽ കോർത്ത് ഒരു താലി കെട്ടിയെന്നല്ലാതെ വിവാഹം എവിടെയും രജിസ്റ്റർ ചെയ്തില്ലല്ലോ. ഡിക്കെ വേണ്ടാന്ന് പ്രഖ്യാപിച്ച് അവൾ പോവുകയും ചെയ്തു. ഇനി നേരത്തെ തീരുമാനിച്ചതുപോലെ അമ്മ പ്രാർത്ഥിക്കുന്ന കണ്ണന്റെ മുൻപിൽ വെച്ച് ഒരു താലി കെട്ടി ഡിക്കെ ഇവളെ സ്വീകരിക്കട്ടെ. ഇവള് ഒരു പെണ്ണ, അഭിമാനം ഇവൾക്കുണ്ട്. അത് സംരക്ഷിക്കാനുള്ള ബാധ്യത അമ്മയ്ക്കും ഈ അമരാവതി വീടിനുമുണ്ട്. ഇവളൊരു കളിപ്പാവയല്ല ഇങ്ങനെ തട്ടിക്കളിക്കാൻ. അമ്മേ, ഡിക്കെ സിത്താരയെ സ്വീകരിച്ചില്ലെങ്കിൽ അതിലും വലിയ അന്യായമില്ല. അവിടെ നടന്നതൊന്നും നമ്മൾ ആരും ആഗ്രഹിച്ചതല്ല. നമുക്ക് തെറ്റുപറ്റി. എന്നാ ന്യായമായും സിത്താരയ്ക്ക് നീതി ലഭിക്കണ്ടേ? അമ്മ ഡിക്കെ ഒന്ന് വിളിക്ക്. എന്ത് വേണമെന്ന് ഡിക്കെ തീരുമാനിക്കട്ടെ. ഇതിന് ഞാൻ കൂട്ടു നിൽക്കില്ല. നിങ്ങൾ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും ജ്യോതിയാണ് ഇനി ഈ വീടിന്റെ മരുമകള്. നോ, അത് നടക്കില്ല. എന്താ ഇവിടെ? ഇവിടെ എന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്നു? ഇവള് പിന്നെ എങ്ങോട്ട് പോണോന്ന് ഡിക്കെ തന്നെ പറയൂ. ഡിക്കെ എന്നെ സ്വീകരിക്കണം. നിങ്ങളെ കബളിപ്പിച്ച് നിങ്ങൾ കെട്ടിയ താലിയും കഴുത്തിലണിഞ്ഞ് ജ്യോതി എവിടേക്കോ പോയി. പക്ഷെ ഞാൻ എന്ത് ചെയ്യണം? അച്ഛനമ്മമാരും ബന്ധുക്കളും എല്ലാരും അനുഗ്രഹിച്ച് ആശീർവദിച്ച് നിങ്ങളുടെ ഭാര്യയാകാൻ വന്നവളാ ഞാൻ. ഇനി ആത്മഹത്യ മാത്രമേ എന്റെ മുന്നിൽ മാർഗമുള്ളൂ. എന്നെ സ്വീകരിക്കണം.
ഡി കെ, ഈ താലി സിത്താരയുടെ കഴുത്തിൽ അണിയിക്കണം.